നമ്മൾ വളരെയധികം സത്യസന്ധതയോടെയും സമർപ്പണത്തോടെയും സ്ഥിരതയോടെയും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കുന്നത് അതിൻ്റെ ഫലത്തിലാണ്. എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവരാ ചെയ്യുന്ന ജോലി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിലായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ. പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും, കൃഷിപ്പണികൾ ചെയ്യുന്ന കർഷകനാണെങ്കിലും, മറ്റു തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും, അത് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ആ ജോലിയിൽ തന്നെ വ്യാപൃതരാകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജോലിയാണ് ആരാധന എന്നാണ് ഇതിൻ്റെ മലയാളം പരിഭാഷ എന്ന് അറിയാനോ? ജോലിയെ ആരാധനയെ കണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുക. ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നുവോ, അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി ഭക്തി പുരസ്സരം ചെയ്യേണ്ടതാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ ജോലികൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മളെ തേടി വരും. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. ഭഗവത്ഗീതയിൽ സാഖ്യയോഗത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഫലം ഇച്ഛിക്കാതെ ജോലി ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിനക്ക് അവകാശമില്ല. ഇതാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. നമ്മൾ ഏർപ്പെടുന്ന ജോലിയിൽ സത്യസന്ധനാകുക. എത്രമാത്രം സമർപ്പണം ജോലിക്ക് കൊടുക്കാമോ അത്രമാത്രം സമർപ്പിക്കുക. സ്ഥിരതയോടെ ഉറച്ച മനസ്സോടെ ഏറ്റെടുക്കുന്ന ജോലികൾ ചെയ്യുക, അത് പൂർത്തീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഏർപ്പെടുന്ന ജോലിയുടെ ഫലത്തിൽ കാണാം. നല്ലതായാലും ചീത്തയായാലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഫലം സുനിശ്ചിതം എന്നും കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശം നമ്മളോടും കൂടിയാണ്. വിദ്യാർത്ഥികൾ സമർപ്പണ ബുദ്ധിയോടെ പഠിക്കുക. ഡോക്ടർ അർപ്പണ മനോഭാവത്തോടെ രോഗികളെ പരിശോധിക്കുക. ഇങ്ങനെ എല്ലാ പ്രവർത്തികളും അർപ്പണ മനോഭാവത്തോടെ സത്യസന്ധമായി ഒരു പ്രാർത്ഥനയായി ചെയ്താൽ അതിൻ്റെ ഫലം നല്ലതായിരിക്കും. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞ 128-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യവും ഇവിടെ പ്രസക്തമാവുന്നു. മാതാപിതാക്കൾക്കും ഇതേ മാതൃക അനുഷ്ഠിക്കാവുന്നതാണ്. മക്കളെ സത്യസന്ധരെ വളർത്താനും സമർപ്പണത്തോടെയും ഏകാഗ്രതയോടെയും അവർ ജോലികൾ ചെയ്യിക്കാനും അവരെ പ്രാപ്തരാക്കിയാനും ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമകളായി വീടിനും സമൂഹത്തിനും രാജ്യത്തിനും നല്ല മക്കളെ, നല്ല പൗരന്മാരെ സംഭാവന ചെയ്യാൻ പറ്റും. ആവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ശുഭദിനം.